കാണിക്കുന്നത്. നിമ്മവിന് ദർശനം വരമുണ്ടോ? മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ അല്ല. നമ്മള് കാണുവടേ, നമ്മളെ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് തന്നെ നമ്മളൊക്കെ വന്നത്. പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചും +2 പഠിക്കുന്ന ഒരു പെങ്കൊച്ചും ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബോയ് ഫ്രണ്ടിനെ 2 നില വീട്ടിന്റെ മോളില് കട്ടിലടി എത്രയെങ്ങാണ്ട് ദിവസം താമസിപ്പിച്ചു. എന്നിട്ട് അതിന്റെ +2 പഠിക്കുന്ന അതിന്റെ ചേച്ചി അതിന് കൂട്ടു നിന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയടാ, 10-12 ദിവസം കണ്ടേ കട്ടിന്റെ അടി താമസിപ്പിച്ചെന്ന്. ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ ബോയ് ഫ്രണ്ടിനെ കട്ടിന്റെ അടി താമസിപ്പിച്ചെന്ന്. അപ്പൊ ഞാൻ ആലോചിക്കുക, ഈ 8 ദിവസം ഇത്രയും താമസിപ്പിച്ച ഈ അമ്മയും അച്ഛനും എന്തുകൊണ്ടാണ് ഈ മുകളിലേക്ക് ഒന്ന് കയറി പോവാഞ്ഞേ? എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ഉണ്ടല്ലോ, ഇതുങ്ങളൊക്കെ ഉറങ്ങിയാലും പോയി നൈസായിട്ട് പോയി നോക്കും ഉറങ്ങിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫോൺ മേടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കും, നമ്മളെ കിടക്കുന്ന ബെഡ്റൂമിൽ കൊണ്ടുവെക്കും. രാത്രി ഞാൻ ഫോൺ കൊടുക്കൂല 10 മണിക്ക് ശേഷം, അല്ലെ 10:30, മാക്സിമം 10:30 വരെയൊക്കെ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുവാണെങ്കിൽ അവർ ഞങ്ങളുടെ അടുത്ത് ഇരുന്ന് നോക്കിക്കോട്ടെ എന്ന് വെക്കും. അല്ലാതെ ഫോണ് ഇവരുടെ കൈ കൊടുക്കൂല. എന്നിട്ട് ഞങ്ങൾ ഇത് ഓർക്കുക, ഇവരെന്താ ഇങ്ങനെ ആ വീടപ്പം തുടയ്ക്കാനോ അടിക്കാനോ പെറുക്കാനോ ഒന്നും വീട്ടിൽ കയറി പോകുന്നില്ല ഈ അച്ഛനും അമ്മയൊക്കെ. 8-9 ദിവസം ഈ ചെറിയ കുട്ടി ബോയ് ഫ്രണ്ടിനെ കട്ടിലടി താമസിപ്പിച്ചെന്ന്. എന്ത് ചിന്താഗതി! ഈ 2K കിഡ്സൊക്കെ എന്ത് പിള്ളേരല്ലേ! ഇതാണ് പറയുന്നത്, ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കിട്ട് അടിച്ച് വളർത്തണമെന്ന് പറയുന്നത്. ഞാൻ വല്ല വലിച്ചങ്ങോട്ട് കീറും. ഇനി ആ പേരൻസിന്റെ ഒരു അവസ്ഥ